ഇന്നത്തെ നമ്മുടെ റെസിപ്പി വെണ്ടയ്ക്ക വെച്ചിട്ടാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. ഇത് നമുക്ക് ഈവനിങ് സ്നാക്കായിട്ടോ അല്ലെങ്കിൽ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാവുന്ന നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ആദ്യം വേണ്ടുന്നത് വെണ്ടയ്ക്കയാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു 250 ഗ്രാം വെണ്ടയ്ക്ക ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഈ വെണ്ടയ്ക്കയുടെ രണ്ട് സൈഡും ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞ ശേഷം നമുക്കിത് നീളത്തിലൊന്ന് അരിഞ്ഞെടുക്കണം. ഇപ്പോൾ ഇത് ചെറിയ വെണ്ടയ്ക്ക ആയതുകൊണ്ടാണ് ഞാനിത് മുറിക്കാതെ ഇതുപോലെ അരിഞ്ഞെടുക്കുന്നത്. നല്ല നീളമുള്ള വെണ്ടയ്ക്കാണെങ്കിൽ ഒന്ന് മുറിച്ചിട്ട് വേണം നമ്മൾ ഇതുപോലെ നാലായിട്ടൊന്ന് അരിഞ്ഞെടുക്കാൻ. ഇപ്പോൾ നമ്മൾ 250 ഗ്രാം വെണ്ടയ്ക്ക ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ചേരുവകൾ കൂടി ചേർത്ത് കൊടുക്കണം. ആദ്യം ഒരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 കപ്പ് കടലമാവ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി നമ്മുടെ എരിവ് അനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ചാറ്റ് മസാലയും ചേർത്ത് കൊടുക്കാം. ചാറ്റ് മസാല ഇല്ലെങ്കിൽ ഗരം മസാല ചേർത്ത് കൊടുത്താലും മതി. അതുപോലെ ഇഞ്ചിയുടെ പേസ്റ്റും വെളുത്തുള്ളിയുടെ പേസ്റ്റും ഓരോ ടീസ്പൂൺ വീതം ചേർത്ത് കൊടുക്കണം. ഇനി ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആവശ്യമെങ്കിൽ മാത്രം നമ്മളൊരു അല്പം വെള്ളം ഒഴിച്ച് ഇതൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു അല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളം കൂടി പോവല്, വെള്ളം കുറേശ്ശെയായിട്ട് ഒഴിച്ചു വേണം നമ്മളിതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതുപോലുള്ള റെസിപ്പികൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം വീഡിയോയുടെ താഴെ കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കല്ലേ. ഇനി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നതിനായിട്ട് ഈ ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കണം. എണ്ണ നന്നായിട്ട് ചൂടായ ശേഷം ഈ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് കുറേശ്ശെയായിട്ട് എണ്ണയിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇനി ബബിൾസൊക്കെ കുറഞ്ഞ് നല്ല ക്രിസ്പിയായി വരുന്നവരെ വേണം നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ. ഇപ്പോൾ ഇതിവിടെ നല്ല ക്രിസ്പിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതും കോരിയെടുക്കാം. ബാക്കിയുള്ളതും ഇതുപോലെയൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അങ്ങനെ വെണ്ടയ്ക്ക വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്.